മോദിയുടെ വിദ്വേഷ പ്രചാരണം മാധ്യമങ്ങൾ കണ്ടതും കാണാത്തതും. ഇസ്രായേൽ തോറ്റു എന്ന് ഇസ്രായേലി പത്രം. അമേരിക്കയിലെ ക്യാമ്പസ് പ്രതിഷേധങ്ങൾ സാക്ഷി. ഹൃദയം തൊടുന്ന ഫോട്ടോകളുമായി മോത്തസ് അസൈസ, മുഹമ്മദ് സാലം. സ്വാഗതം. ഇത് മീഡിയ സ്കാൻ. തന്ത്രമറിയുന്നയാളാണ് മന്ത്രി, മന്ത്രമറിയുന്നയാൾ തന്ത്രി. വർഗീയ മന്ത്രവും രാഷ്ട്രീയ തന്ത്രവും ഒന്നാണ് എന്ന് കരുതുന്നയാളെ എന്തു വിളിക്കും? പ്രധാനമന്ത്രി നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ഇപ്പോഴും നിർവചിച്ചത് വർഗീയ തന്ത്രം കൊണ്ടായിപ്പോയി. രണ്ടാം ഘട്ടം വോട്ടെടുപ്പും കഴിഞ്ഞു. കേരളം ഈ ഘട്ടത്തിലാണ് വോട്ട് ചെയ്തത്. ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രധാന തന്ത്രം ശരിക്കും ഇറക്കിയത്. രാജസ്ഥാനിലെ ബലൂർഘട്ട്, ഏപ്രിൽ 21 ഞായർ. ഒന്നാം ഘട്ടത്തിൽ വോട്ട് നിലവാരം അനുകൂലമല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നരേന്ദ്രമോദി വർഗീയത ഇറക്കിയത് എന്ന് ചിലർ പറയുന്നു. മുസ്ലിങ്ങളെ കൂടുതൽ കുട്ടികളുള്ളവരെന്ന് മോദി വിശേഷിപ്പിച്ചു. നുഴഞ്ഞുകയറ്റക്കാരെന്നും കോൺഗ്രസ് അവർക്ക് സമ്പത്ത് മുൻഗണനയോടെ കൊടുക്കുമെന്നും മറ്റും. ഒരു പ്രധാനമന്ത്രി ഇത്ര കടുത്ത വംശീയ വിദ്വേഷം പരത്തിയത് വിദേശ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തു. അത്രയേറെ ഗൗരവമുണ്ട് ഒരു ഭരണത്തലവന്റെ വംശീയ പ്രചാരണത്തിന്. സിഡ്നി മോർണിംഗ് ഹെറൾഡ്, CNN, അൽ ജസീറ, ടൈം മാഗസിൻ, BBC, ന്യൂയോർക്ക് ടൈംസ്, ഗാർഡിയൻ, വാഷിംഗ്ടൺ പോസ്റ്റ്, ഡെമോക്രസി നൗ തുടങ്ങി അസംഖ്യം ലോകമാധ്യമങ്ങളാണ് മോദിയുടെ വർഗീയ പ്രസംഗം പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത്. ഏപ്രിൽ 21 ചെയ്ത പ്രസംഗം 22 പത്രങ്ങളിൽ പ്രാമുഖ്യത്തോടെ വാർത്തയാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുക. അത്ര ഗൗരവമുള്ളതാണല്ലോ കാര്യം. 22 തിങ്കളാഴ്ച ഇന്ത്യയിലെ മിക്ക ഇംഗ്ലീഷ് പത്രങ്ങളിലും അത് മുഖ്യ വാർത്ത തന്നെയായിരുന്നു. കോൺഗ്രസ് സമ്പത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് മോദി, ദ ഹിന്ദു. കൂടുതൽ കുട്ടികളുള്ള അവർക്ക് കൊടുക്കുമെന്ന് ഇന്ത്യൻ എക്സ്പ്രസ്. പ്രധാനമന്ത്രി വിഭാഗീയ തന്ത്രത്തിലേക്ക് തിരിയുന്നു, ദ ടെലിഗ്രാഫ്. സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കും കോൺഗ്രസ് എന്ന് പ്രധാനമന്ത്രി, ടൈംസ് ഓഫ് ഇന്ത്യ. ഈ പ്രമുഖ ദേശീയ പത്രങ്ങളിലെല്ലാം പ്രധാനമന്ത്രിയുടെ വർഗീയ പ്രസംഗം ലീഡ് വാർത്തയായിരുന്നു. അത്രമേൽ ഗൗരവം അതിനുണ്ട് എന്നാണല്ലോ ഇത് കാണിക്കുന്നത്. എന്നാൽ ആ ഗൗരവം ഒരുപാട് മലയാളം പത്രങ്ങൾക്ക് പിടികിട്ടിയില്ല. ഏപ്രിൽ 22 മലയാള പത്രങ്ങൾ മിക്കതിലും ആ വാർത്ത ഉണ്ടായിരുന്നില്ല. മാതൃഭൂമിയിൽ, കേരള കൗമുദിയിൽ, ജനയുഗത്തിൽ, മംഗളത്തിൽ, ദേശാഭിമാനിയിൽ, ചന്ദ്രികയിൽ, സിറാജിൽ, വീക്ഷണത്തിൽ ഇവയിലൊന്നിലും അന്ന് ആ വാർത്ത കണ്ടില്ല. മുൻപേജിൽ എന്നല്ല, ഒരിടത്തും കണ്ടില്ല. ദീപികയുടെ ഉൾപേജിൽ മോദിയുടെ പ്രസംഗ വാർത്തയുണ്ടെങ്കിലും അത് വിവാദമായ വിദ്വേഷ പ്രസംഗമല്ല. മലയാള മനോരമ, സുപ്രഭാതം, മാധ്യമം എന്നീ പത്രങ്ങളിൽ മാത്രമാണ് ആ വിദ്വേഷ പ്രസംഗത്തിൻ്റെ റിപ്പോർട്ട് ആ തിങ്കളാഴ്ച തന്നെ കാണാനായത്. മനോരമയിൽ വാർത്ത ഉൾപേജിലാണ്. കോൺഗ്രസിനെതിരെ മോദിയുടെ ആരോപണം എന്നതാണ് വാർത്തയുടെ ആംഗിൾ. നിങ്ങളുടെ സ്വത്ത് അവർ കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകും എന്ന മോദിയുടെ വാക്കുകൾ തലക്കെട്ട്. മാധ്യമം വാർത്തയ്ക്ക് 1-ാം പേജ് പരിഗണന നൽകി, ജീവനില്ലാത്ത തലക്കെട്ടോടെ. വിദ്വേഷ പ്രസംഗവുമായി മോദി എന്ന്. കോൺഗ്രസ് രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന്. സുപ്രഭാതം പത്രം വാർത്തയിലെ വർഗീയ വിഷം തലക്കെട്ടിൽ തന്നെ എടുത്തുകാട്ടി. കടുത്ത മുസ്ലിം വിരുദ്ധ പ്രസംഗവുമായി പ്രധാനമന്ത്രി. എന്തുകൊണ്ടാവും ദേശീയ പത്രങ്ങൾ ലീഡ് വാർത്തയാക്കിയ പ്രസംഗം മലയാളത്തിലെ ഭൂരിപക്ഷം പത്രങ്ങൾക്ക് വാർത്തയേ ആകാതിരുന്നത്? ഞായറാഴ്ചയുടെ ആലസ്യവും ജാഗ്രത കുറവുമാകാം കാരണം. ഏതായാലും തിങ്കളാഴ്ച അവഗണിച്ച ആ വാർത്ത ചൊവ്വാഴ്ച പലർക്കും ലീഡ് തന്നെയായി. മാതൃഭൂമിയിലും മറ്റും അന്ന് മോദി പരസ്യവുമുണ്ട്. പരസ്യത്തിന് വിപരീതമായി മുഖ്യ തലക്കെട്ട് മലീമസം. വിദ്വേഷം നിറഞ്ഞ പ്രസംഗം, നടപടിയെടുക്കാതെ ഇലക്ഷൻ കമ്മീഷൻ. വല്ലാത്ത വാക്ക് വിദ്വേഷ പ്രസംഗത്തെപ്പറ്റി മനോരമ. മംഗളം ഉൾപേജിൽ കൊടുത്ത വാർത്ത വർഗീയ പ്രസംഗം, കോൺഗ്രസിന് പരാതി. മോദി വിഷം തുപ്പുന്നു, കടുത്ത നിലപാടുമായി കോൺഗ്രസ്. വിദ്വേഷ പ്രസംഗത്തിനെതിരെ CPM നേതാക്കളുടെ പ്രതികരണത്തോടെ ദേശാഭിമാനി. വിദ്വേഷം ചീറ്റി മോദി, ജനയുഗം. അയോഗ്യത കൽപ്പിക്കണമെന്ന് പ്രതിപക്ഷം. വിദ്വേഷം കത്തുന്നു, സുപ്രഭാതം. വെറുപ്പ് പടർത്തുമെന്ന മോദി ഗ്യാരണ്ടി, മാധ്യമം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മൗനം. ഈ സന്ദർഭത്തിലും വാർത്തകൾ മോദിക്ക് അനുകൂലമായി ഫ്രെയിം ചെയ്യാനും അത്തരം വാർത്തകൾ കണ്ടെത്താനും കൗമുദി നന്നായി ശ്രദ്ധിക്കുന്നതായി തോന്നി. മുസ്ലിം പെൺകുട്ടികളുടെ ജീവിതം സുരക്ഷിതമാക്കിയെന്ന് മോദി. രാജസ്ഥാനിലെ മുസ്ലിം വിരുദ്ധത അലിഗഡിൽ മയപ്പെടുത്തി മോദി.
ചില പത്രങ്ങൾ മാത്രമാണ് ഈ വിഷയത്തിൽ മുഖപ്രസംഗം എഴുതാൻ തയ്യാറായത്. മുഖപ്രസംഗങ്ങൾ മിക്കതും ഇലക്ഷൻ കമ്മീഷന്റെ കഴിവുകേടിനെ വിമർശിച്ചു. കമ്മീഷൻ തന്റെ ഓഫീസ് പോലെയാണെന്ന് മോദി കരുതുന്നുണ്ടാകും മാധ്യമം. വിഷം പരത്തി പ്രധാനമന്ത്രി ഇലക്ഷൻ കമ്മീഷൻ ചെറുവിരൽ പോലും അനക്കിയില്ല. ദേശാഭിമാനിയുടെ വീക്ഷണത്തിൽ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാനുള്ള മോദിയുടെ ശ്രമമാണിത്. മോദി പറഞ്ഞത് തെറ്റ്, കുറ്റവും മാതൃഭൂമി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെയും ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകളുടെയും ലംഘനമാണിത്. വിദ്വേഷ പ്രസംഗങ്ങൾ ഉയർത്തുന്ന ആശങ്കയെപ്പറ്റി മനോരമ. പെരുമാറ്റച്ചട്ട ലംഘനം ആര് നടത്തിയാലും നടപടി ഉണ്ടാകുമെന്ന് മുൻപ് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ അനക്കമില്ലാതെ വിമർശനം വിളിച്ചു വരുത്തുന്നു. ആരുടെ പ്രധാനമന്ത്രിയാണ് മോദി? സുപ്രഭാതം. വിഷം തന്നെ ദ ടെലിഗ്രാഫ്. പ്രധാനമന്ത്രി സത്യം വളച്ചൊടിച്ചു. മോദിയുടെ വിദ്വേഷ പ്രസംഗത്തിൽ പറഞ്ഞത് ഒന്നും സത്യത്തിന്റെ അയലത്തെത്തുന്നില്ല എന്ന് ദ ഹിന്ദു. മോദിയുടേത് പിന്തിരിപ്പ് തരം ഇന്ത്യൻ എക്സ്പ്രസ്. തോൽക്കുമെന്ന ഭയം മോദിയെ ബാധിച്ചിരിക്കാം ദ ഡിപ്ലോമാറ്റിൽ സ്നിഗ്ധേന്ദു ഭട്ടാചാര്യ. ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ ചെയ്താൽ പോലും ഗുരുതര കുറ്റമാകാവുന്ന 2 കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ചെയ്തു കളഞ്ഞത്. ഒന്ന്, വെറുപ്പ് പരത്തി വർഗീയമായി ജനങ്ങളെ ഇളക്കിവിടാൻ ശ്രമിച്ചു എന്നത്. 2, കരുതിക്കൂട്ടി അസത്യം പ്രചരിപ്പിച്ചു എന്നത്. പ്രധാനമന്ത്രി പദവിയിലുള്ളയാൾ ഇത്ര തരം താണു എന്നത് വിദേശ മാധ്യമങ്ങൾ എടുത്തു പറഞ്ഞു. അദ്ദേഹം വെറുപ്പ് പരത്തിയതും സത്യം വളച്ചൊടിച്ചതും യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമം എന്നും. വിവിധ മാധ്യമങ്ങളും ഫാക്ട് ചെക്കിംഗ് സ്ഥാപനങ്ങളും മോദിയുടെ വാദങ്ങൾ പരിശോധിച്ചു. എല്ലാം അവാസ്തവമെന്ന് വിധിച്ചു. മുസ്ലിം ജനസംഖ്യയുടെ പെരുക്കം, കോൺഗ്രസ് പ്രകടന പത്രിക, മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗം തുടങ്ങി മോദി ഉന്നയിച്ച ഓരോ വാദവും അപ്പടി കള്ളമാണ് എന്ന് കണ്ടു. ദ ഹിന്ദുവിലെ ഡേറ്റ പോയിന്റ് പങ്ക്തിയിലെ ഗവേഷകർ കണക്ക് വെച്ച് എല്ലാം പൊളിച്ചു കാട്ടി. മൻമോഹൻ സിംഗ് പറഞ്ഞതെന്ത് എന്ന് ബൂം ലൈവ് പോലുള്ള ഫാക്ട് ചെക്കർമാരും തുറന്നു കാട്ടി. മോദി അതെല്ലാം തെറ്റിദ്ധരിപ്പിക്കും വിധം വളച്ചൊടിച്ചു. കോൺഗ്രസ് സ്ത്രീകളുടെ കെട്ടുതാലി പിടിച്ചെടുക്കുമെന്നുവരെ മോദി പറഞ്ഞു. മോദി സ്വന്തം ഭാര്യയെ അവഗണിച്ചെന്നത് മുതൽ സോണിയാഗാന്ധിയുടെ കെട്ടുതാലി രാജ്യത്തിനു വേണ്ടി ബലി അർപ്പിക്കപ്പെട്ടു എന്നതുവരെ ചർച്ചയായി. വിദ്വേഷ പ്രസംഗങ്ങൾ തടയുന്നതിൽ ഇലക്ഷൻ കമ്മീഷൻ പരാജയമാണെന്ന വിമർശനത്തിനിടെ പ്രധാനമന്ത്രി അടക്കം വിദ്വേഷ പ്രചാരണം തുടർന്നുകൊണ്ടിരുന്നു. വർഗീയതയും. അതങ്ങനെ തുടരുമ്പോഴും ചട്ടലംഘനത്തിന് തെളിവാകാവുന്ന മോദിയുടെ പ്രസംഗഭാഗങ്ങൾ വെബ്സൈറ്റുകളിൽ നിന്ന് അവർ തന്നെ നീക്കം ചെയ്തു. നിയമലംഘനമായി പോയി എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ സൂചന. മോദി അനുകൂല മാധ്യമങ്ങൾ വരെ വിമർശനവുമായി എത്തി. ഇലക്ഷൻ കമ്മീഷന്റെ ഉദാസീനത പ്രശ്നം സങ്കീർണമാക്കി. പെട്ടെന്ന് നടപടിയെടുക്കാതെ 4-ാം ദിവസമാണ് ആരോപണം പരിശോധിക്കുന്നത്. കമ്മീഷൻ നോക്കുകുത്തി എന്ന് വിമർശനം. പരിഹാസമായി കമ്മീഷന് ചരമക്കുറിപ്പ്. താടിയുള്ളവനെ പേടി, സുജിത്തിന്റെ കാർട്ടൂൺ. നട്ടെല്ല് വേണമെങ്കിൽ ഇതാ എന്ന് മുൻ മുഖ്യ കമ്മീഷണർ TN ശേഷൻ. ആലോക് വർമ്മയുടെ പരിഹാസം. കമ്മീഷന് പൗരന്മാരുടെ പരാതി കത്തുകൾ. കമ്മീഷൻ അംഗങ്ങളെ സർക്കാർ നിയമിക്കുന്നതിലെ പരിണതി എന്ന് ആക്ഷേപം. കമ്മീഷനിൽ ജനവിശ്വാസം കുറഞ്ഞു. സ്വതന്ത്ര തെരഞ്ഞെടുപ്പിന് സൗകര്യമൊരുക്കേണ്ടവർ അതിന് തടസ്സമാകുന്നുവോ? എന്തുകൊണ്ടിത്ര അമാന്തം? കാരവൻ മാഗസിനിലെ കവർ സ്റ്റോറി സർക്കാർ എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കീഴ്പ്പെടുത്തി എന്ന് വിവരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി ജനാധിപത്യ സംവിധാനങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ. വിവരാവകാശ ചോദ്യങ്ങൾക്ക് വരെ മറുപടി നൽകാത്തതിന് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ഇലക്ഷൻ കമ്മീഷനോട് അതൃപ്തി രേഖപ്പെടുത്തി. മതവും ജാതിയും പറഞ്ഞ് വോട്ട് ചോദിക്കരുത് എന്ന കമ്മീഷന്റെ കൽപ്പന മോദിയുടെ പാർട്ടി ലംഘിച്ചുകൊണ്ടിരുന്നിട്ടും അനങ്ങാതിരുന്നു കമ്മീഷൻ. CSDS ലോക് നീതി സർവേ പ്രകാരം ഇലക്ഷൻ കമ്മീഷനിലുള്ള ജനങ്ങളുടെ വിശ്വാസം കാര്യമായി ഇടിഞ്ഞിരിക്കുന്നു. രാജ്യം നേരിടുന്ന പ്രതിസന്ധിയാണ് ഈ വർഗീയ മന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന വിശ്വാസ തകർച്ച. സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും വിശ്വസിക്കാവുന്ന സ്ഥിതി മാറുന്നു. മാധ്യമങ്ങൾ വിശ്വാസ തകർച്ച നേരിടുന്നു. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനും. ഈ വിശ്വാസ തകർച്ച പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ തകരുക രാജ്യമാകും.